ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുൻപിൽ കീഴടങ്ങിയേക്കും. തിരുവനന്തപുരത്തോ കൊച്ചിയിലോ എത്തി കീഴടങ്ങാനാണ് സാധ്യത. സുപ്രീം കോടതിയെ സമീപിച്ചാൽ തിരിച്ചടിയാകുമെന്ന് നിയമോപദേശം ലഭിച്ചുവെന്നാണ് സൂചന. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി 7.5 മണിക്കൂർ പിന്നിട്ടിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സിദ്ദിഖിനായി കൊച്ചി നഗരത്തിലും പുറത്തും പോലീസ് വ്യാപക പരിശോധന നടത്തുകയാണ്. രാത്രിയിലും കാക്കനാടും ആലുവയിലുമുള്ള വീടുകളിൽ സിദ്ദിഖിനെ തേടി പോലീസ് എത്തി. സിദ്ദിഖ് വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഈ രാത്രി തന്നെ സിദ്ദിഖ് കീഴടങ്ങുമോ? ആ നിലയ്ക്കാണോ വിവരങ്ങൾ വരുന്നത്? സുപ്രീം കോടതിയെ സമീപിച്ചാൽ ഈ ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്ന നിയമോപദേശം കൂടി ലഭിച്ചു എന്നാണല്ലോ റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. അതല്ല, ആ കീഴടങ്ങൽ ഒഴിവാക്കി അതിനു മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും സജീവമായി ഉണ്ടല്ലോ ഇപ്പോഴും, അല്ലേ? രണ്ട് സാധ്യതകളും തള്ളിക്കളയാനാവില്ല വിജയകുമാർ. അതിലേക്ക് കടക്കും മുമ്പ് സുപ്രധാനമായ മറ്റൊരു വിവരം കൂടി പങ്കുവയ്ക്കുകയാണ്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി അല്പസമയം മുമ്പ് കൂടി സിദ്ദിഖിന്റെ മകൻ ഈ രാത്രി വൈകിയും വീണ്ടും കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ഈ നിമിഷത്തിൽ ലഭിക്കുന്നത്. അതായത് ഇന്ന് പകൽ മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ച ബി രാമൻപിള്ളയുടെ ഓഫീസിൽ സിദ്ദിഖിന്റെ മകൻ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ രാത്രി വൈകിയുള്ള നേരത്ത് വീണ്ടും ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. അതായത് കീഴടങ്ങലിനുള്ള സാധ്യതകൾ തേടുന്നു. കീഴടങ്ങൽ അധികം വൈകാതെ തന്നെ ഉണ്ടായേക്കും എന്നുള്ളതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ രാത്രി വൈകിയും സിദ്ദിഖിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിദ്ദിഖിന്റെ ജാമ്യഹർജി തള്ളിയതുമായി ബന്ധപ്പെട്ട് ഈ രാത്രിയും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ രാത്രി വൈകിയുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയാൽ നിലവിൽ ജാമ്യഹർജി തള്ളിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധിപ്പകർപ്പിനുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഒപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിയിൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. രാത്രി വൈകുന്നേരം നമ്മൾ ഈ അഡ്വക്കേറ്റുമൊക്കെ സംസാരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്ന കാര്യത്തിൽ പോലും ഇന്ന് വൈകുന്നേരവും തീരുമാനമായിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് രാത്രി തന്നെ ഒരുപക്ഷേ കീഴടങ്ങലിനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ എറണാകുളം നഗരത്തിലുള്ള ഓഫീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നേരത്തെ മടങ്ങിയിരുന്നെങ്കിലും അല്പസമയം മുമ്പ് വീണ്ടും ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കീഴടങ്ങൽ ഇന്ന് രാത്രി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തോട് നമുക്കിപ്പോഴും തള്ളിക്കളയാനാവില്ല. അന്വേഷണ സംഘത്തിൽ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോഴും കീഴടങ്ങുമോ എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു വ്യക്തതയില്ല. പക്ഷേ ആ സാധ്യത അവർ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. ഒരുപക്ഷെ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസിന് മുന്നിലോ അല്ലെങ്കിൽ കൊച്ചിയിൽ SITയുടെ ആസ്ഥാനത്തോ ഒക്കെ ഒരുപക്ഷെ സിദ്ദിഖ് കീഴടങ്ങിയേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഏറ്റവും സുപ്രധാനമായത് അല്പസമയം മുമ്പ് സിദ്ദിഖിന്റെ മകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി ഈ വൈകിയ രാത്രി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയതാണ്. തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ വീണ്ടും ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്നത്. എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാതെ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയേക്കുമെന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കീഴടങ്ങൽ തന്നെയാണ് അല്ലെങ്കിൽ കീഴടങ്ങൽ അല്ലാതെ മറ്റു മാർഗങ്ങൾ സിദ്ദിഖിന് മുന്നിൽ ഇല്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. വിജയകുമാർ. യെസ്, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. രാത്രി വൈകി കീഴടങ്ങാനുള്ള സാധ്യത, കീഴടങ്ങുന്നതിന് മുൻപ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം. അതിനിടെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് സിദ്ദിഖിന്റെ മകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ച, ഇതൊക്കെ ഈ ഘട്ടത്തിൽ അതിൻ്റെയൊക്കെ വിവരങ്ങൾ വരികയാണ്. ഒരു പക്ഷേ രാത്രി തന്നെ നടൻ സിദ്ദിഖ് കീഴടങ്ങിയേക്കും പോലീസിന് മുൻപാകെ. അത് തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ആകാം. സാധ്യതകൾ രണ്ടുമുണ്ട്. സുപ്രീം കോടതിയിലേക്ക് പോയാൽ ഈ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് തിരിച്ചടി ഉണ്ടാകും സുപ്രീം കോടതിയിൽ എന്നൊരു നിയമോപദേശം സിദ്ദിഖിന് ലഭിച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ കീഴടങ്ങലിന് കളമൊരുങ്ങുന്നുണ്ട് എന്നതാണ് ഈ രാത്രി വൈകി വരുന്ന സൂചനകൾ. അശ്വിനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. പരാതിക്കാരിയായ നടിക്കെതിരെയുള്ള വാദങ്ങൾ മുഖവിലക്കെടുക്കാതെയാണ് ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം തള്ളിയത്. അതിജീവിത പരാതി നൽകാൻ വൈകിയത് വീഴ്ചയായി കണക്കാക്കാനാകില്ല എന്ന ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന സിദ്ദിഖിന്റെ വാദം അനാവശ്യമാണെന്ന് കോടതി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിഗൂഢമായ മൗനം പാലിച്ചു എന്ന് കോടതി വിമർശിക്കുകയും ചെയ്തു. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ലീഡ് സ്റ്റോറി.
പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല. പരാതി നൽകാൻ വർഷങ്ങൾ കാലതാമസമുണ്ടായി. സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച ഇതുൾപ്പെടെയുള്ള വാദങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. അതിജീവിതയുടെ സ്വഭാവവും വിശ്വാസ്യതയും സംശയിക്കേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി. മറിച്ചുള്ള വാദം അനാവശ്യം. പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാൻ എന്നായിരുന്നു ജസ്റ്റിസ് CS ഡയസിന്റെ നിരീക്ഷണം. ജാമ്യം ഇത് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ SITക്ക് എതിരെ ആക്ച്വലി എനിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കംപ്ലൈൻ്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർ ഈ ഇലക്ട്രോണിക് എവിഡൻസ് പിന്നെ പ്രതിക്ക് നശിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഉള്ള സമയം ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാക്ഷികളെ ആണെങ്കിലും ഒക്കെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ളൊരു ടൈം അതൊരു ഫാക്ടർ തന്നെയാണ്. സമൂഹത്തിൽ ഏതവസ്ഥയിൽ നിൽക്കുന്ന ആളാണെങ്കിലും സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുണ്ടെന്ന് ബിൽക്കിസ് ബാനു കേസ് ചൂണ്ടിക്കാട്ടി കോടതി വ്യക്തമാക്കി. കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഒപ്പം തെളിവുകളും കണക്കിലെടുത്താൽ കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. ഈ ദിവസങ്ങളിലും ഈ നിമിഷങ്ങളിലും തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെ സമയം മേടിക്കുകയാണ് പ്രതിഭാഗം എല്ലാ കേസിലും ചെയ്യുന്നത്. അത് ഈ കേസിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് തടയുന്നതിന് SITക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ നാളെ കുറ്റപത്രം കൊടുക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട തെളിവുകളല്ലേ ഇതിനകത്ത് ഹാജരാക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനെയും കോടതി വിമർശിച്ചു. 5 വർഷം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിഗൂഢമായ മൗനം പാലിച്ചു. കോടതി ഇടപെടലിനെ തുടർന്നാണ് റിപ്പോർട്ട് വെളിച്ചം കണ്ടത്. പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് പ്രതിഭാഗത്തിന്റെ വാദമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ലൈംഗികമായി ആക്രമിക്കപ്പെടുന്ന സ്ത്രീക്കുണ്ടാകുന്ന അനുഭവം അവരുടെ സ്വഭാവത്തെയല്ല, അവർ നേരിടുന്ന ദുരിതത്തെയാണ് കാണിക്കുന്നതെന്ന ശ്രദ്ധേയമായ പരാമർശവും കോടതി നടത്തി. 24 കൊച്ചി. അതേസമയം പീഡന പരാതികളിൽ നടനും കൊല്ലം MLAയുമായ M മുകേഷിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. 3 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷൻ ജാമ്യത്തിൽ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. നടൻ ജയസൂര്യക്കെതിരെ പരാതി നൽകിയ നടി ഇന്ന് കോലഞ്ചേരി കോടതിയിൽ രഹസ്യമൊഴി നൽകി. ഇന്ന് രാവിലെ 10:15 M മുകേഷ് MLA പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയായിരുന്നു. 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യമാണ് വ്യവസ്ഥ. പണം തട്ടാനുള്ള നീക്കമാണ് തനിക്കെതിരെ ആരോപണത്തിന് പിന്നിലെന്ന് M മുകേഷ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. അവരിൽ നിന്നും അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകളെ ക്രോസ് ചെക്ക് ചെയ്ത് അത് അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും നമുക്ക് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനൊക്കെയുള്ള അവസരമാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് മുകേഷിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. M മുകേഷിന്റെയും പരാതിക്കാരുടെയും മൊഴികൾ അന്വേഷണ സംഘം ഒത്തുനോക്കുകയാണ്. വെള്ളം കുടിക്കണം, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഫ്യൂച്ചറിൽ ഇതേപോലത്തെ മുകേഷുമാർ മുള പൊട്ടരുത്. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. മലയാള സിനിമ ഒരു ശുദ്ധികലാശം ആവശ്യമാണ്. ലൊക്കേഷനിൽ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് ജയസൂര്യക്കെതിരെ പരാതി നൽകിയ നടി ഇന്ന് രഹസ്യമൊഴി നൽകി. കോലഞ്ചേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടി രഹസ്യമൊഴി നൽകിയത്. കേസിലെ പരാതിക്കാരെ സ്വാധീനിക്കരുതെന്നും ഭീഷണിപ്പെടുത്തരുതെന്നും അന്വേഷണ സംഘം എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്നതടക്കമുള്ള വ്യവസ്ഥകളും മുകേഷിന്റെ ജാമ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരാതിക്കാരിയുടെ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിച്ച ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തൃശൂർ പൂരം അട്ടിമറി ആസൂത്രിതമെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പൂരം നിർത്തിവെച്ച് തടസ്സമുണ്ടാക്കി എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. പൂരം നടത്തണമെന്ന നിലപാടായിരുന്നു പാറമേക്കാവ് ദേവസ്വത്തിനുണ്ടായിരുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വനം വകുപ്പിനെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ദീപക്, ഇക്കാര്യത്തിൽ ADGP അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ബാഹ്യ ഇടപെടൽ എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ്. എന്താണ് അതിൽ ദേവസ്വത്തിൻ്റെ പങ്ക് എന്ന് വിശദീകരിക്കുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഏറെ ഞെട്ടിക്കുന്ന നിർണായകമായ കണ്ടെത്തലുകളാണ് ഈ പൂരം അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. ADGP MR അജിത് കുമാർ അന്വേഷിച്ച് DGP ദർവേഷ് സാഹിബ് സർക്കാരിന് കൈമാറിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പൂരം തടസ്സപ്പെടുത്താൻ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ്. അത് തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലരാണ് നടത്തിയത് എന്നും ആ ഗൂഢാലോചനയെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും MR അജിത് കുമാർ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാറമേക്കാവ് ദേവസ്വം പൂരം പൂർത്തിയാക്കാൻ ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത്, മാത്രവുമല്ല
നമ്മളോട് പാറമേക്കാവ് ദേവസ്വവും അത് സ്ഥിരീകരിച്ചു, നമ്മുടെ പ്രതിനിധി സൂരജ് സജിയോട്. ഏതായാലും ഇതിലൊരു നിർണായക കാര്യം, പൂരം അട്ടിമറിക്കപ്പെട്ടു, അട്ടിമറിക്ക് വേണ്ടി ആസൂത്രിതമായ ഗൂഢാലോചന. മറ്റൊന്ന്, ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പരാമർശം, സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ആസൂത്രിതമായി പൂരം പൂർത്തിയാക്കുന്നത് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. അത് തിരുവമ്പാടിയിലെ ചിലരെ ലക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറിനെതിരെ കൃത്യമായ കണ്ടെത്തലുകളുണ്ട്. റിപ്പോർട്ടിൽ രാഷ്ട്രീയ പരാമർശങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷേ ഈ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഈ പൂരം തടസ്സപ്പെടുത്തി എന്ന് ആരോപണ വിധേയനായ ഗിരീഷ് കുമാർ കോൺഗ്രസിന്റെ നേതാവാണ് എന്നുള്ളത് ഭാവി ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ ഇതൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കിടയാക്കും എന്ന് തീർച്ചയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വനം വകുപ്പിനെതിരെയും ഈ റിപ്പോർട്ടിൽ കണ്ടെത്തലുകളുണ്ട്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ പരാതികൾ കഴമ്പുള്ളതാണ്, ജെന്യൂനാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു ഏറ്റവും നിർണായകമായ കാര്യം, സർക്കാർ പൂരം റിപ്പോർട്ട് പരിശോധിച്ചു, AGക്ക് അയച്ചു എന്നുള്ളതാണ്. അതായത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പൂരം റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായാണ് സർക്കാർ ഇത് AGക്ക്, അഡ്വക്കേറ്റ് ജനറലിന് പൂരം അന്വേഷണ റിപ്പോർട്ട്, MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് അയച്ചു കൊടുത്തത്. ഏതായാലും ഇനി പൂരം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക്, നിയമപരമായ നടപടികളിലേക്ക് സർക്കാർ കടക്കും, അല്ലെങ്കിൽ ഹൈക്കോടതി കടക്കും. അതിന്റെ ഭാഗമായാണ് ഈ റിപ്പോർട്ട് സർക്കാർ പഠിച്ച ഉടൻ തന്നെ AGക്ക് അയച്ചത് എന്നുള്ളത് വ്യക്തമാണ്. വിജയകുമാർ. യെസ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പൂരം നിർത്തിവെച്ച് തടസ്സമുണ്ടാക്കിയെന്ന റിപ്പോർട്ടിൽ പരാമർശം, അത് നടത്തണമെന്ന് തന്നെയായിരുന്നു പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ നിലപാട്. വനം വകുപ്പിനെതിരെയുള്ള പരാമർശങ്ങൾ, ഈ അന്വേഷണ റിപ്പോർട്ട് അപ്പാടെ സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഹൈക്കോടതി അതിലിനി എന്ത് തുടർ നടപടികൾ സ്വീകരിക്കും, പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ഉത്തരവിടുമെന്നതും നിർണായകമാണ്. ദീപക് ധർമ്മടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇക്കാര്യത്തിൽ ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി ADGP നൽകിയ റിപ്പോർട്ടിലെ വനം വകുപ്പിനെതിരായ പരാമർശം സ്വാഗതം ചെയ്യുകയാണ് പാറമേക്കാവ് ദേവസ്വം. വനം വകുപ്പിനെതിരെ പാറമേക്കാവ് ഉയർത്തിയ ആരോപണങ്ങൾ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് 24നോട് പറഞ്ഞു. തൃശൂർ പൂരം തകർക്കാൻ NGOകൾ ശ്രമിച്ചെന്നും ഇതിനായി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ യോഗം ചേർന്നു എന്നും രാജേഷ് ആരോപിക്കുന്നു. ആനകളും മേളക്കാരും തമ്മിൽ 200 അടി ദൂരപരിധി വേണം എന്ന് പറഞ്ഞാൽ കേരളത്തിലോ ഈ ലോകത്തിലോ ഒരു ഉത്സവവും നടക്കില്ല. ആരുടെ പ്രേരണയിലാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 3 എന്നുള്ളത് 50 ആക്കിയത്, പിന്നീട് 6 മീറ്ററാക്കി കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഈ 3 മീറ്റർ എന്നുള്ളത് 50 മീറ്റർ ആക്കിയത് തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം തകർക്കാൻ തന്നെയാണ്. ആ കള്ളക്കളി ഈ ഡിസംബർ 20 ഹോളിഡേ ഇന്നിൽ ഈ NGOമാരുടെ കൂട്ടായ്മയാണെന്ന് പറയണേ. സംഘാടകരെന്ന നിലയിൽ പൂരം നിർത്തിവെക്കുന്നതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല എന്നും പാറമേക്കാവ് ദേവസ്വം അറിയിക്കുന്നു. പാണികൊട്ടി പുറത്തിറങ്ങിയാൽ ഭഗവതിയെ ആചാരം ചൊല്ലി പിരിഞ്ഞ് തിരിച്ചെത്തിക്കുന്നതാണ് വിശ്വാസം. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്യുന്നു. ഒരു ദേവതയുടെ പൂരം നിശ്ചയിച്ച് കൊട്ടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചടങ്ങുകൾ ആക്കുക എന്നുള്ള ഉത്തരവാദിത്തം ആ കമ്മിറ്റിക്കും ആ ആൾക്കാർക്കും ഉള്ളതാണ്. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാടിൽ തന്നെയായിരുന്നു പാറമേക്കാവ് ദേവസ്വം. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ 3ാം ഘട്ട തിരച്ചിലിലെ 4ാം ദിവസവും നിരാശ. അർജുന്റെ ലോറിയുടെ ഒരു ഭാഗവും ഇന്നത്തെ തിരച്ചിലിൽ കണ്ടെത്താനായില്ല. മറ്റ് 2 സ്പോട്ടുകളിൽ നാളെ ഡ്രഡ്ജിംഗ് നടത്തുമെന്ന് കാഴ്വാർ MLA സതീഷ് കൃഷ്ണസെയിൽ പറഞ്ഞു. ഐബോട്ട് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ 4 സ്പോട്ടുകളാണ് റിട്ടയർഡ് മേജർ M ഇന്ദ്രപാലൻ ദൗത്യസംഘത്തിന് വീണ്ടും അടയാളപ്പെടുത്തി നൽകിയത്. ഇതിൽ കരയിൽ നിന്ന് 132 മീറ്റർ അകലെയുള്ള CP4-ൽ കൂടുതൽ ലോഹ സാന്നിധ്യമുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ. ഓരോ സ്പോട്ടിലും 30 മീറ്റർ ചുറ്റളവിൽ മണ്ണ് നീക്കം ചെയ്യാനാണ് തീരുമാനം. എന്നാൽ CP3-ലും CP4-ലും ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഒരു ഭാഗവും കണ്ടെത്താനായില്ല. പുഴയിൽ പതിച്ച ടാങ്കർ ലോറിയുടെ മഡ്ഗാർഡ് മാത്രമാണ് ഇന്ന് കണ്ടെത്തിയത്. And that plate belongs to what, as per their assumption, that plate belongs to Arjun's vehicle because of that color is red. Okay. ശക്തമായ ലോഹ സാന്നിധ്യമുണ്ടെന്ന് പരിശോധനയിൽ തെളിഞ്ഞ സ്പോട്ട് 4-ൽ തെരച്ചിൽ പൂർത്തിയായിട്ടും ഫലം നിരാശയാണ്. 24 ഷിരൂർ. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം പോലീസ് ഡയറി. നമസ്കാരം.